ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വൃത്തി എന്ന ഒരു ലെസൺ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ, പാഠം 11 വൃത്തി. അപ്പൊ വൃത്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? വൃത്തി വല്ല ശുചിത്വം അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യ സംരക്ഷണത്തിന്റെ അനിവാര്യ ഘടകമാണ് ഏത്? വൃത്തി. മാനസികവും ശാരീരികവും സാമൂഹികവുമായ വൃത്തിബോധം നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞു അല്ലെ? നമ്മള് അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നമുക്ക് ശുചിത്വം വേണം, അത് അനിവാര്യമാണെന്ന് പറഞ്ഞു നമ്മള്. പിന്നെന്താ പറഞ്ഞേ? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പരിസരവും നമ്മുടെ ശരീരവും മനസ്സും വൃത്തിയാക്കുന്ന പോലെ നമ്മൾ എന്ത് വേണം? സാമൂഹ്യ ശുചിത്വവും പാലിക്കണം അല്ലെ? നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൂടി പരിഗണിക്കണം. ഓക്കെ, അപ്പോ മാനസിക വിശുദ്ധിയുടെ പ്രധാന ഒരു ഭാഗമാണ് ഏത് എന്ന് പറഞ്ഞു നമ്മള്? മാനസിക വിശുദ്ധിയുടെ പ്രധാന ഭാഗം ഏതാണ്? പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞില്ലേ മക്കളെ നമ്മള്? അപ്പോ മനസ്സിന്റെ ശുദ്ധിക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഏത്? പ്രാർത്ഥന അല്ലെ? അതിലേക്ക് നമ്മൾ പറഞ്ഞെത്തിയിരുന്നു. ഓക്കെ, പ്രാർത്ഥന. അപ്പോ അകവും പുറവും, അതായത് മനസ്സും ശരീരവും, അതാണ് അകവും പുറവും. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളും പുറവും ഒരുപോലെ എന്ത് വേണം? വൃത്തിയാക്കിയിരിക്കണം എന്നാണ് അതിൽ പറയുന്നത് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മനസ്സ് വൃത്തിയാകാൻ വേണ്ടി അല്ലെ? അപ്പൊ മനസ്സും ശരീരവും ഒരുപോലെ നമുക്ക് വൃത്തി ഉണ്ടാവണം അല്ലെ? ശരീരം മാത്രം നമ്മൾ വൃത്തിയാക്കിയത് കൊണ്ട് ശുചിത്വം പൂർണ്ണമാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് നമ്മുടെ മനസ്സും കൂടി വൃത്തിയായി സൂക്ഷിക്കണം. അപ്പൊ മനസ്സിന്റെ വൃത്തിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബിയോണ് എന്താ അവിടെ പണിയെടുക്കുന്നേ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ മനസ്സിന്റെ വൃത്തിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? പ്രാർത്ഥന അല്ലെ? പ്രാർത്ഥന. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം അല്ലെ? അപ്പൊ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനും കൂടെ ശുദ്ധത കൈവരുന്നു അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കുഞ്ഞു മക്കളാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി ഇപ്പോഴേ നമ്മളത് കൊണ്ടുപോകണം അല്ലെ? പ്രാർത്ഥന നമ്മുടെ നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അത് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുഴുവനും ശുചിയായിട്ട് കൊണ്ടുപോകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠം 11 വൃത്തി. അതില് ആദ്യം തന്നെ എന്താണ്? ഒരു പ്രാർത്ഥനയാണ് നടക്കുന്നത് അല്ലെ? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചത്. എന്താണ്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. എന്താ പറഞ്ഞത് അതില്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം അല്ലെ? എന്താ പറഞ്ഞത് അതില്? ദൈവമേ കൈതൊഴാൻ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പാടുന്നത്. എന്താണ് പറഞ്ഞത് അതില്? നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ദിനകൃത്യങ്ങള് അതുപോലെ നല്ല രീതിയിൽ നടത്താനും എന്ത് ചെയ്യണം? എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നാ പറയുന്നത് അല്ലേ? അപ്പോ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. എന്താ കേൾക്കേണ്ടത്? പാവമാം എന്നെ നീ കാക്കുമാറാകണം അല്ലെ? പാവം ആയ എന്നെ എന്ത് ചെയ്യണം? ദൈവമേ നീ കാത്തു പരിപാലിക്കണേ എന്നാണ് പറയുന്നത് അല്ലെ? ഓക്കെ, ദൈവത്തിന്റെ കനിവിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ലെ? അതുകൊണ്ട് എന്താ ആദ്യം തന്നെ പറഞ്ഞത്? ദൈവമേ ഞാൻ കൈതൊഴാം, എന്നെ നീ പാവമായ എന്നെ നീ കാക്കുമാറാകണം എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം അല്ലെ? നല്ല കാര്യങ്ങളിലാണ് എനിക്ക് പ്രേമം ഉണ്ടാകേണ്ടത് അല്ലെ? ബാഡ്, അതായത് ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും അറിയാലോ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിന് നല്ല ശീലങ്ങളിലാണ്
എനിക്ക് പ്രേമം തോന്നാൻ പാടുള്ളൂ. ചീത്ത ശീലങ്ങളിലേക്ക് എന്നെ നീ കൊണ്ടുപോകരുതേ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ നല്ല കാര്യങ്ങളിൽ പ്രേമം ഉണ്ടാകണം. എനിക്ക് നല്ലത് ചെയ്യാൻ മാത്രം എന്നെ നീ ശീലിപ്പിക്കണേ. പൊട്ട മോശം ഇതിലേക്ക് എന്നെ നീ കൊണ്ടുപോകരുതേ എന്നാണ് പറഞ്ഞത്. പിന്നെയോ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. എനിക്ക് എന്താണ്? നല്ല വാക്ക് മാത്രം എന്നെ പറയിപ്പിക്കണം അല്ലെ. ആരോടും മോശമായിട്ടൊന്നും എന്നെ പറയാൻ പ്രേരിപ്പിക്കരുതേ ദൈവമേ. എനിക്ക് നല്ല വാക്ക് മാത്രം എന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരണേ എന്നാണ് ദൈവത്തിനോട് പറഞ്ഞത് അല്ലെ. എല്ലാ സമയം നമുക്ക് ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. അപ്പൊ നമ്മളെ വായിൽ നിന്ന് നല്ല വാക്ക് മാത്രം വരാൻ എനിക്ക് നീ ത്രാണി തരണം, ശക്തി തരണം എന്നാണ് ദൈവത്തിനോട് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. എന്താ പറഞ്ഞത്? കൃത്യങ്ങൾ. എന്താണ് നമ്മുടെ കൃത്യങ്ങള്? നമുക്ക് ഓരോ കൃത്യങ്ങൾ ഉണ്ട് അല്ലെ. ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമുക്ക്. അപ്പൊ അത് എന്ത് ചെയ്യണം? അതില് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ശ്രദ്ധയുണ്ടാകണം. എനിക്ക് അതിൽ ശ്രദ്ധ തരണമേ. പിന്നെയോ സത്യം പറഞ്ഞിടാൻ ത്രാണിയുണ്ടാകണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്ത്? സത്യം പറയുക എന്നുള്ളത് അല്ലെ. സത്യം പറയാൻ വളരെ വിഷമമാണ് അല്ലെ. നമുക്ക് നുണ പറയാൻ എളുപ്പമാവും, പക്ഷെ സത്യം പറയാൻ വളരെ വിഷമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? എനിക്ക് സത്യം പറഞ്ഞിടാൻ ശക്തി തരണമേ ദൈവമേ എന്നാണ് പറഞ്ഞത് അല്ലെ. എത്ര പേര് ഇപ്പൊ അതിൽ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? നല്ല വാക്ക് പറയാനും നല്ല കാര്യങ്ങൾ പറയാനും ചെയ്യാനും ദിനകൃത്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുവാനുമുള്ള ശക്തിയാണ് ദൈവത്തിനോട് അവിടെ ചോദിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യണം, സത്യം പറഞ്ഞിടണം, ദിനകൃത്യങ്ങൾ കൃത്യമായി ചെയ്യണം. ഇതിനൊക്കെയുള്ള ശക്തി എനിക്ക് തരണമേ ദൈവമേ എന്നാണ് ദൈവത്തിനോട് ഈ 6 ലൈനിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെ. ഒന്നുകൂടി ഇത് പാടാം മിസ്, ശ്രദ്ധിക്കണം. കുറച്ച് വലിയൊരു പാഠത്തിലേക്ക്, അതായത് നമ്മള് ചെറിയ ചെറിയ വേർഡ്സ് പഠിച്ചുകൊണ്ടിരുന്ന നമ്മള് കുറച്ച് വലുതിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലപോലെ ശ്രദ്ധിക്കണം മക്കള് കേട്ടോ. അതിനാണ് മിസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പൊ കുറച്ച് വലിയ വേർഡ്സ്, അതായത് ഒരു സെന്റൻസ് ഒക്കെ വരുന്ന ഒരു രീതിയിലേക്ക് നമ്മള് പഠിച്ചു വരികയാണ്. അപ്പൊ ശ്രദ്ധിക്കണം. എന്താണ്? ദൈവമേ കൈതൊഴാം. മിസ്സിന്റെ കൂടെ പാടിക്കോ കേട്ടോ. അങ്ങനെ തന്നെ ബിയോണ, കൈതൊഴാൻ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം. പാവമാണോ നിങ്ങള്? പാവമായ എന്നെന്നാ പറഞ്ഞത് അല്ലേ. എല്ലാരും ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജോവിനും ജോയലും ഒക്കെ അല്ലേ. ബിയോണ ആരൊക്കെയാ? പാട്ട് പാടുമ്പോ കൈ ഇങ്ങനെ തൊഴുന്നുണ്ട് അല്ലെ. അപ്പോ ഒന്നുകൂടി പാടാം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ പ്രാണിയുണ്ടാകണം. പ്രാണി ശക്തി. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. അതാണ് പറഞ്ഞത് അല്ലെ. നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പിന്നെന്താ പറഞ്ഞത്? നല്ല വാക്ക് പറയുവാനും പിന്നെന്താ? ദിനകൃത്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുവാനുമുള്ള ശക്തിയാണ് അല്ലെ ദൈവത്തോട് ചോദിക്കുന്നത് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ അപ്പോ അത് മനസ്സിലായല്ലോ. 6 ലൈൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? അപ്പൊ അടുത്ത പേജിലേക്ക് പോകാം അല്ലെ. അപ്പൊ നെക്സ്റ്റ് എന്താ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? സംഭാഷണം. സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരോ അല്ലെങ്കിൽ 3 പേരൊക്കെ സംസാരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സംഭാഷണം. എന്താ റയാനേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ റയാന്? പറഞ്ഞോ. കേൾക്കുന്നില്ലേ? ആണോ? കേൾക്കുന്നില്ല? അതെ അല്ലെ. ഓക്കെ അല്ലേ. അപ്പൊ സംഭാഷണം എന്ന് പറയുന്നത് എന്താണ്? 2 പേരോ അല്ലെങ്കിൽ 3
പേരും ഒക്കെ സംസാരിക്കണം, രണ്ടുപേരെങ്കിലും സംസാരിക്കുന്നതിന് എന്താ നമ്മൾ പറയുക? സംഭാഷണം എന്ന് പറയും. അപ്പൊ സംഭാഷണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലെ? ശ്രദ്ധിക്കണം. അപ്പൊ അമ്മയും ഗോപി എന്നൊരു കുട്ടിയുമാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലെ? ഓക്കെ, നിങ്ങൾ ഓരോരോ ഇപ്പം അമ്മയും ആരാണ്? അലനോ ആദിത്തോ ഒക്കെ ഓക്കെ ആരെങ്കിലും ആവട്ടെ അല്ലെ? എല്ലാരും. ഓക്കെ, അപ്പൊ അമ്മ എന്താ പറയുന്നത്? ഗോപി എഴുന്നേൽക്കൂ. രാവിലെ നമ്മളോട് പറയല്ലേ, ആ മോനെ പൊന്നുമോനെ എന്തെങ്കിലും പേരുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പോ കുട്ടാ അല്ലെങ്കിൽ മോനെ മോളെ ഒന്ന് എഴുന്നേക്ക് അതുപോലെ പറയാണ്. എന്താ പറയുന്നത്? ഗോപി എഴുന്നേൽക്കൂ, നേരം വെളുത്തു അല്ലെ? എന്താ പറഞ്ഞത്? നേരം വെളുത്തു, എഴുന്നേൽക്കൂ പറഞ്ഞു. അപ്പൊ ഗോപി എന്താ പറഞ്ഞത്? അമ്മേ ഞാൻ എഴുന്നേറ്റ് പല്ല് തേക്കുകയാണ് പറഞ്ഞു. നിങ്ങളാണെങ്കിലോ മൂടിപ്പൊച്ചുറങ്ങുകയില്ല അല്ലെ? എഴുന്നേറ്റ് പല്ല് വെച്ചിട്ടുണ്ടാവോ? ഇപ്പൊ നല്ല തണുപ്പാന്നല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും? മൂടിപ്പൊച്ച് കിടന്നുറങ്ങും അല്ലെ? അപ്പൊ ഇവിടുത്തെ ഗോപി എന്താ പറഞ്ഞത്? അമ്മേ ഞാൻ എഴുന്നേറ്റ് പല്ല് തേക്കുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അമ്മ പറയണത് നഖം മുറിക്കാൻ മറക്കല്ലേ. എന്താ പറഞ്ഞത്? നഖം മുറിക്കാൻ മറക്കല്ലേ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കണേ വാക്കുകള്. നെക്സ്റ്റ് ഗോപി എന്താ പറയുന്നത്? നഖം മുറിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ കുട്ടി എന്തൊക്കെ ചെയ്തു? ആദ്യം തന്നെ എഴുന്നേറ്റു അല്ലെ? ഏർലി വേക്കപ്പ് ഇൻ ദ ഏർലി മോർണിംഗ് ആൻഡ് എന്താണ് വാഷ് ഓവർ ടീത്ത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് അല്ലേ എല്ലാം EVS. ഓക്കെ, അതേപോലെ അവിടെ പറഞ്ഞത് എന്താണ്? അമ്മയെ ഞാൻ എഴുന്നേറ്റു പല്ല് തേക്കുകയാണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അമ്മ നഖം മുറിക്കാൻ മറക്കല്ലേ മോനെ പറഞ്ഞു അല്ലെ? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? നഖം മുറിക്കണം എന്നർത്ഥം അല്ലെ? രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, നെക്സ്റ്റ് എന്താ? നഖം മുറിക്കണം. അപ്പൊ ഇന്ന് മുതൽ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അല്ലെ? പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എന്ന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് എന്താ നമ്മൾ ഇപ്പൊ ഇന്ന് മിസ് എന്താ പറഞ്ഞത്? രാവിലെ എഴുന്നേക്കണം, പിന്നെ എന്ത് ചെയ്യണം? പല്ല് തേക്കണം അല്ലെ? രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? അമ്മ പറയാൻ കാത്തിക്കരുത്, എല്ലാവരും എന്ത് ചെയ്യണം? പല്ല് തേക്കണം അല്ലെ? ഓക്കെ, ഗോപിയെ പോലെ നല്ല കുട്ടി, ഗുഡ് ബോയും ഗുഡ് ഗേൾ ഒക്കെ ആവണ്ടേ? അതിനെന്ത് ചെയ്യണം? പല്ല് തേക്കണം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അമ്മ അന്നേരം പറഞ്ഞ നഖം മുറിക്കാൻ മറക്കല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നഖം മുറിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഗോപി അന്നേരം എന്താ പറയുന്നത്? നഖം മുറിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ എന്തൊക്കെ ചെയ്യണം? രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, നഖം മുറിക്കണം, നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? കുളിക്കണം അല്ലെ? കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ കുളിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കുകയും വേണം അല്ലെ? നെക്സ്റ്റ് എന്താ പറഞ്ഞ? അമ്മ ഗോപി നിന്റെ വസ്ത്രം അലക്കി വച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അവന്റെ വസ്ത്രം നല്ല സുന്ദരമായി അലക്കി മടക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഗോപി എന്താ പറയുന്നത്? ശരി അമ്മേ, ഞാൻ പുസ്തകം സഞ്ചിയിൽ എടുത്തു വയ്ക്കട്ടെ. അപ്പൊ മോൻ എന്താ ചെയ്യുന്നത്? പുസ്തകം സഞ്ചിയിൽ എടുത്തു വയ്ക്കുന്നു അല്ലെ? എല്ലാ അമ്മ ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കരുതല്ലേ? എന്ത് ചെയ്യണം? അവനവന്റെ വർക്കുകള് അവനവൻ തന്നെ ചെയ്തു തീർക്കണം അല്ലെ? അങ്ങനെയുള്ള കുട്ടികളാണ് ഗുഡ് ബോയ് അല്ലേ? അല്ലെ മക്കളെ? അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, നെക്സ്റ്റ് വൺ നഖം മുറിക്കണം. കൈ മുറിക്കരുതേ, നഖം മാത്രം കേട്ടോ. ഓക്കെ, നഖം മുറിക്കണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? കുളിച്ചിട്ട് വരണം അല്ലെ? കുളിക്കണം. അപ്പോഴേക്ക് എന്ത് ചെയ്യും? അമ്മ അലക്കി ഡ്രസ്സ് മടക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ശരി അമ്മേ, ഞാൻ പുസ്തകം സഞ്ചിയിൽ എടുത്തു വെക്കട്ടെ. അപ്പോഴേക്ക് മകൻ എന്ത് ചെയ്യുന്നേ? പുസ്തകം റെഡിയാക്കുന്ന അല്ലെ? സഞ്ചിയിൽ സ്കൂളിലേക്ക് പോവാൻ ബാഗിൽ എടുത്തു. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? അമ്മ വേഗം പുറപ്പെട്ടോളൂ, അപ്പു മുറ്റത്ത് കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? അലന് ചിരി വരെയല്ലേ? അലന്റെ അമ്മ എല്ലാം ചെയ്തു കൊടുക്കും, അതുകൊണ്ട് അലന് ചിരി വരെയാണ്. ഞാനല്ലല്ലോ ചെയ്യുന്നത്, എന്റെ അമ്മയല്ലേ എല്ലാം ചെയ്തു തരുന്നത് അല്ലെ? അലൻ അല്ല, അലൻ നല്ല മോനാണ്, അതുകൊണ്ട് അവനും ചെയ്യുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഗോപി നിന്റെ വസ്ത്രം അലക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോപി എന്താ പറഞ്ഞത്? ശരി അമ്മേ, ഞാൻ പുസ്തകം സഞ്ചിയിൽ എടുത്തു വയ്ക്കട്ടെ. ബാഗിലാണ് ഉദ്ദേശിക്കുന്നത്, ബാഗിൽ എടുത്ത് വയ്ക്കട്ടെ. അമ്മ വേഗം പുറപ്പെട്ടോളൂ, അപ്പു മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ അത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ നമ്മൾ ചെയ്യണം?
രാവിലെ എഴുന്നേൽക്കണം. അതിനാണ് മിസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തി എന്ന പാഠം നമ്മൾ പഠിക്കുമ്പോഴേക്ക് എന്തായിരിക്കണം? നമ്മൾ വൃത്തി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കണം. അപ്പൊ പ്രാർത്ഥന വേണം, എന്നാലേ മനസ്സ് ശുദ്ധമാകൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ എന്ത് പറഞ്ഞു? നമ്മള് രാവിലെ എഴുന്നേൽക്കണം. ശരീര ശുദ്ധത്തിന് വേണ്ടിയാണ് ആദ്യം തന്നെ പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, നഖം മുറിക്കുക, കുളിക്കുക. പിന്നെന്ത് ചെയ്യണം? സ്കൂളിൽ പോകാനുള്ള റെഡി ആവാനാണ്. അടുത്ത എന്താണ്? പുസ്തകം എടുത്ത് ബാഗിൽ വെക്കണം, അല്ലെ? ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായി പുസ്തകം എടുത്ത് വെക്കും. പിന്നെ വേഗം പുറപ്പെട്ടോളൂ, ലേറ്റ് ആവണ്ട, വേഗം പുറപ്പെടണം, അല്ലെ? തിരക്ക് പിടിച്ച് അതും വാരി പകുതി ബുക്ക് എടുത്തു, അങ്ങനെയൊന്നും വേണ്ട, അല്ലെ? അപ്പോ അപ്പു മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു, അല്ലെ? അപ്പോ അടുത്തതിൽ എന്താ പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക്? ഉത്തരം കണ്ടെത്താം എന്നാണ് ഇനി അടുത്തത്, അല്ലെ? കണ്ടോ മക്കളെ എല്ലാവരും? പേജ് നമ്പർ 40. ഓക്കെ. അപ്പോ ആര് തമ്മിലാണ് സംഭാഷണം? ഇപ്പൊ നമ്മൾ കണ്ട സംഭാഷണം ആരൊക്കെ തമ്മിലാണ്? അമ്മയും ഗോപിയും. ഓക്കെ, അമ്മയും ഗോപിയുമാണ് സംഭാഷണത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ ആ ഭാഗം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായില്ലേ? അമ്മയും ഗോപിയുമാണ് സംസാരത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം അവിടെ? അമ്മ, ഗോപി എഴുതണ്ടേ? പെൻസിൽ കൊണ്ട് എഴുതാൻ അറിയോ നിങ്ങൾക്ക്? അമ്മ എഴുതണം, ഉമ്മ എഴുതണം. ഓക്കെ, അമ്മ, അമ്മയും ഗോപിയുമാണ്. അല്ലെങ്കിൽ അമ്മ ഗോപി എഴുതിയാലും മതി, അല്ലെങ്കിൽ അമ്മയും ഗോപിയും എഴുതാം. ഓക്കെ, ഫസ്റ്റ് വൺ അമ്മയും ഗോപിയും. ആരാ അവിടെ വരക്കുന്നത് ബോർഡില്? ഫാത്തിമ കേം ആണല്ലോ അത് വരച്ചത്. ഇവിടുന്ന് ശരിക്കും കാണും നിങ്ങൾ വരക്കുന്നത്. അപ്പൊ അമ്മയും ഗോപിയും. ബിയോണ, ഫാത്തിമ അത് മായിച്ചേ മോളെ. അമ്മയും ഗോപിയും. തെറ്റിക്കാതെ എഴുതണേ മക്കളെ. ഓക്കെ, അമ്മയും ഗോപിയുമാണ്, അല്ലെ? ആരെല്ലാം തമ്മിലുള്ള, ആര് തമ്മിലാണ് സംഭാഷണം? അമ്മയും ഗോപിയും തമ്മിൽ, അല്ലെ? എപ്പോഴാണ് സംഭാഷണം നടക്കുന്നതാണ് അടുത്ത ചോദ്യം, അല്ലെ? എപ്പോഴാണ് സംഭാഷണം നടക്കുന്നത്? എപ്പോഴാ മക്കളെ ഇവിടുത്തെ സംഭാഷണം നടന്നത്? സ്കൂളിൽ പോകുന്ന മുന്നേ. ഓക്കെ, രാവിലെ അല്ലേ? ഓക്കെ, രാവിലെ അല്ലേ? രാവിലെ അല്ലേ എഴുന്നേക്കുന്ന കാര്യല്ലേ പറഞ്ഞത്? അപ്പൊ രാവിലെയാണ് സംഭാഷണം നടക്കുന്നത്. അപ്പൊ രാവിലെ എഴുതിക്കോ. സ്കൂളിൽ പോകുന്ന മുമ്പേ നമ്മൾ ഒരുപാട് എഴുതും നിങ്ങളതുകൊണ്ട് രാവിലെ. എന്തായിരുന്നു? രാവിലെന്നോ നേരം വെളുത്തപ്പോഴെന്നോ എഴുതിക്കോ കേട്ടോ. എഴുതരണോ മിസ്സേ? അപ്പോ രാവിലെ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ രാവിലെ അല്ലെങ്കിൽ നേരം വെളുത്തപ്പോൾ.
രാവിലെ. രാവിലെ എഴുതുക. ഏതിലാന്ന് മനസ്സിലായില്ലേ? ആ കോളത്തിലാണ് എഴുതേണ്ടത്. താഴെ തന്നിരിക്കുന്ന ആ കോളത്തിൽ. എപ്പോഴാണ് സംഭാഷണം നടക്കുന്നത്? രാവിലെ. എന്താണ് ഗോപി സഞ്ചിയിൽ എടുത്തു വയ്ക്കുന്നത്? എന്താണ് സഞ്ചിയിൽ എടുത്തു വെച്ചത്? ഓക്കെ, പുസ്തകം അല്ലെ? എന്താണ് റയാൻ, മനസ്സിലായില്ലേ? എന്താണ് സഞ്ചിയിൽ എടുത്തു വെച്ചത്? പുസ്തകം. പുസ്തകം. ഓക്കെ, പുസ്തകമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോ മൂന്നാമത്തെ കട്ടയിൽ എന്താ ഓളത്തിൽ എന്താ എഴുതേണ്ടത് നമ്മള്? പുസ്തകം. പുസ്തകം. ഓക്കെ, അപ്പൊ പുസ്തകമാണ് നമ്മള് എന്തിൽ ഗോപി സഞ്ചിയിൽ എടുത്തു വെച്ചത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയോ മക്കളെ ഇതുവരെ? അപ്പൊ ആദ്യത്തെ കോളത്തിൽ എന്താ എഴുതണ്ട? അമ്മയും ഗോപിയും എഴുതണം. അമ്മയും ഗോപിയും. രണ്ടാമത്തത് ഏതാണ്? എപ്പോഴാണ് സംഭാഷണം നടക്കുന്നത്? രാവിലെ. മൂന്നാമത്തത് എന്താണ് ഗോപി സഞ്ചിയിൽ എടുത്തു വയ്ക്കുന്നത്? പുസ്തകം. ഓക്കെ, നെക്സ്റ്റ് എവിടെയാണ് അപ്പു ഗോപിയെ കാത്തു നിൽക്കുന്നത്? എവിടെയാണ്? ആദ്യത്തെ എവിടെയാണ്? ഉറക്കം വന്നോ മോനെ? എവിടെയാണ്? ഇല്ല. എവിടെയാണ്? ഓക്കെ, മുറ്റത്ത്. ഓക്കെ, കറക്റ്റ്. മുറ്റത്താണ് അപ്പു ഗോപിയെ കാത്തു നിൽക്കുന്നത്. മുറ്റത്ത്. അപ്പൊ മുറ്റത്ത് നിന്നാണ് അടുത്തത് എഴുതേണ്ടത്. നല്ല വൃത്തിയൊരുക്കേ മിസ് എഴുതുന്നത് ശരിക്ക് കറക്റ്റ് ആവും. മുറ്റത്ത് ചന്തക്കല്ലിടണേ. ഇപ്പൊ എവിടെയാണ് കാത്തു നിൽക്കുന്നത്? മുറ്റത്ത്. മുറ്റത്ത്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത്. എന്തൊക്കെയാണ് നോക്കി എഴുതണേ, തെറ്റിക്കരുത് മക്കളെ. അപ്പൊ അമ്മയും ഗോപിയും എന്നാണ് ആദ്യത്തെ. ആര് തമ്മിലാണ് സംഭാഷണം? നെക്സ്റ്റ് വൺ, എപ്പോഴാണ് സംഭാഷണം നടക്കുന്നത്? രാവിലെ. എന്താണ് ഗോപി സഞ്ചിയിൽ എടുത്തു വയ്ക്കുന്നത്? പുസ്തകം. എവിടെയാണ് അപ്പു ഗോപിയെ കാത്തു നിൽക്കുന്നത്? മുറ്റത്ത്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യനും ആൻസറും അവിടെ ആയി. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നേരം വെളുത്തപ്പോൾ ഗോപി എന്തെല്ലാം ചെയ്തു? എന്തെല്ലാമാണ് ചെയ്തത്? എന്തൊക്കെയാണ് ചെയ്തത് മക്കളെ? നേരം വെളുത്തപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആര്? ഗോപി. എന്തൊക്കെയാണ് ചെയ്തത്? ആരാ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നേരം വെളുത്തപ്പോൾ ഗോപി ചെയ്തത്? എന്തൊക്കെയാ ചെയ്തത് അൻവിത? പ്ലീസ് അൺമ്യൂട്ട് ആൻസേ. പല്ല് തേച്ചു. നഖം മുറിച്ചു. നെക്സ്റ്റ് കുളിച്ചു. പുസ്തകം സഞ്ചിയിലെടുത്ത് വെച്ചു. സഞ്ചിയിലിട്ട് വെച്ചു. ഓക്കെ, സമയത്തിന് സ്കൂളിലേക്ക് പോയി, പുറപ്പെട്ടു അല്ലെ? അത്രയും കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോ അതിൽ നേരത്തെ എഴുന്നേറ്റു ഫസ്റ്റ് വൺ ഉണ്ട് അല്ലെ? രാവിലെ എഴുന്നേറ്റു. അപ്പൊ രണ്ടാമത്തെ നമ്മൾ എന്ത് എഴുതണം? പല്ല് തേച്ചു അല്ലെ? പല്ല് തേക്കുമല്ലേ ഇത് ഗോപി? ഓക്കെ, പല്ല് തേച്ചു. കറക്റ്റ്. അപ്പോ പല്ല് തേച്ചു. അപ്പൊ നേരം വെളുത്തപ്പോൾ ഗോപി എന്തെല്ലാം ചെയ്തു? അപ്പൊ എന്താ എഴുതേണ്ടത്? നമ്മൾ ആദ്യം നേരത്തെ എഴുന്നേറ്റു, പല്ല് തേച്ചു എന്ന് എഴുതണം. രണ്ടാമത്തേൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? പല്ല് തേച്ചു. എഴുതാൻ അറിയോ മക്കളെ? അപ്പൊ ഇതൊന്ന് കളഞ്ഞോട്ടെ മിസ്സേ, കളഞ്ഞോട്ടെ ജോവിൻ.
എഴുതി കഴിഞ്ഞോ അത്? ഇത് കളഞ്ഞോട്ടെ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ മോനെ. കളഞ്ഞോട്ടെ, എഴുതിയോ? എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ ഞാനിത് കളയുന്നു. ഇത് ആരാണ്? ബിയോണിയും ഫാത്തിമ ജുമാനിയും ആണ് ഇപ്പൊ ഇതിൽ വരക്കുന്നത്, മിഗ്ദാദും. വേഗം അത് കളഞ്ഞേ, വരച്ചവരത് കളഞ്ഞേ. കളി വേഗം കളഞ്ഞു, അവനവൻ കള. സ്ക്രീൻ നിങ്ങൾക്ക് വരച്ച് കളിക്കാനുള്ളതല്ലല്ലോ, ആണോ? ഓക്കേ, അപ്പൊ നമുക്ക് എന്താ ഫസ്റ്റ് വൺ എഴുതേണ്ടത്? ഒന്ന് അവിടെ ഉണ്ട്, രണ്ടാമത്തേന്റെ ആൻസർ നിങ്ങൾ എന്താ എഴുതേണ്ടത്? പല്ല് തേച്ചു. എഴുതിയേ പല്ല് തേച്ചു. ആ സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതിയ നിങ്ങള് പല്ല് തേച്ചു. പല്ലില്ലായാണിത്. പല്ലു തേച്ചു. താഴെ നല്ല നീറ്റിൽ എഴുതണേ മക്കളെ. മിസ്സിന് മൗസ് കൊണ്ട് ഇത്ര പറ്റുന്നില്ല അധികം. പല്ല് തേച്ചു അല്ലേ? ഇപ്പൊ രണ്ടാമത്തത് പല്ല് തേച്ചു എന്നാണ് അല്ലേ? ഇനി മൂന്നാമത്തതോ? മൂന്നാമത്തെ എന്താ ചെയ്തത്? പല്ല് തേച്ചിട്ട് എന്ത് ചെയ്തു? നഖം മുറിച്ചു. നഖം ഫാത്തിമ ജുമാന ടെക്സ്റ്റിൽ എഴുതിയ മോളെ നോക്കിയിട്ട്. നഖം മുറിച്ചു. നഖം മുറിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യുന്നത്? കുളിച്ചു അല്ലെ? ഗോപി കുളിച്ചു. കാഴുതി ഊച്ചിനുട്ടു. ശ്രദ്ധിക്കണം എഴുതുന്നത്. അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് ഒറ്റക്ക് തന്നെ എഴുതി പഠിക്കാൻ പറ്റും. കുളി ഇച്ച, കൂട്ടക്ഷരം ഇച്ച എഴുതുക, ഊച്ചിനിടുക. കുളിച്ചു അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്ത? ഗോപി എന്ത് ചെയ്തു? പുസ്തകം സഞ്ചിയിൽ എടുത്തു വെച്ചു. പുസ്തകം പുസ്തകം സഞ്ചിയിൽ ഇഞ്ച. പുസ്തകം സഞ്ചിയിൽ എടുത്തു വച്ചു. മിസ്സിന് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്ഥലമില്ലതുപോലെ നീളത്തിൽ എഴുതിക്കോട്ടോ. എടുത്തു വച്ചു. എടുത്തു വെച്ചുനോ വച്ചുനോ ആണെങ്കിൽ മതി കേട്ടോ. വേ ഇച്ച.
ഓക്കെ, പുസ്തകം സഞ്ചിയിൽ എടുത്തു വച്ചു അല്ലേ? ഓക്കെ, ഇപ്പൊ ആദ്യത്തെ രണ്ടാമത്തത്, അതായത് നമ്മുടെ ടെക്സ്റ്റില് എഴുതേണ്ടത് ഒന്നാമത്തത് അവിടെ ഓൾറെഡി ഉണ്ട്, നേരത്തെ എഴുന്നേറ്റൂന്ന്. അപ്പൊ 2 മുതലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ 2 നമ്പർ ഇടുക, 2 നമ്പർ ഇടണ്ട, അവിടെ ഉണ്ട്. അപ്പൊ 2ലാണ് 2 എന്ന നമ്പറിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാത്തിമ ജുമാന ടെക്സ്റ്റിൽ എഴുതും മോളെ. എന്താണ് ദേവർഷ? എന്ത് പറ്റി ദേവർഷക്ക്? ദേവർഷ മനസ്സിലാവുന്നില്ലേ? കാണുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, മിസ് ബോർഡിൽ എഴുതിയത് ആർക്കെങ്കിലും കാണാത്തയുണ്ടോ? ലാലൻ എഴുതിയോ? അലൻ ഓക്കെ, ഞാൻ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എഴുതാം. കാരണം ഞാൻ അത്രയും ചെറുങ്ങനെ എഴുതുന്നത്, കാരണം മൗസിന്റെ എത്ര വേഗം ആവുന്നില്ല. എന്തേ അലൻ? കാണുന്നുണ്ടോ? വേണമെങ്കിൽ ആ സ്ക്രീൻ കുറച്ചൊന്ന് വലുതാക്കുക, അപ്പൊ കാണും. നിങ്ങളുടെ മൊബൈലില് സ്ക്രീൻ കുറച്ച് വലുതാക്കുക, അപ്പൊ കാണും. ആർക്കെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ. കാണുന്നില്ലേ എല്ലാവർക്കും? സൽമാൻ കാണുന്നില്ലേ? സൽമാൻ നാസർ കാണുന്നുണ്ടോ മോനെ? ഓക്കെ, അമൃത എഴുതി കഴിഞ്ഞോ? അമൃത, റയാൻ ഓക്കെ, ഫിനിഷ് ആയി അല്ലേ? അയാൻ വിജേഷ് പിന്നീട് എഴുതി ഉറങ്ങുവാണെങ്കിൽ. ആയുഷ് എഴുതി കഴിഞ്ഞു? ആയുഷ്, നാസ മറിയം, ഫാത്തിമ എഴുതിയോ മോളെ? ഫാത്തിമ KM ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? എല്ലാരും എഴുതിയെടുക്കും. അപ്പൊ സംസാരിക്കുന്നത് അയാൻ അറിയോ? ഉറങ്ങി എഴുന്നേറ്റു അല്ലേ? നീലാഞ്ജന എഴുതിയോ മോളെ? ഓക്കെ, ഗുഡ്. ആരോ ഒരാൾ മ്യൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യേ. അപ്പോ രണ്ടാമത്തത് പല്ല് തേച്ചു, 3 നഖം മുറിച്ചു, 4 ഇവിടെ 2 എഴുതണോ 3 എഴുതണോ? 3 4 ഓക്കെ. 5 6 വേണ്ട, 6 അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പൊ 1 നേരത്തെ എഴുന്നേറ്റു, 2 പല്ല് തേച്ചു, 3 നഖം മുറിച്ചു, 4 കുളിച്ചു, 5 പുസ്തകം സഞ്ചിയിൽ എടുത്തു.